ഹായ് ഓൾ, ഇന്ന് നമുക്ക് ട്രേസിങ് ചെയ്യാനായിട്ട് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ട്രേസിങ് പേപ്പർ, പിന്നെ കാർബൺ പേപ്പർ. ഈ ട്രേസിങ് പേപ്പറാണ് മേളിൽ കാണുന്നത്, താഴെ കാണുന്നതാണ് കാർബൺ പേപ്പർ. കാർബൺ പേപ്പറിന് രണ്ട് വശം ഉണ്ടായിരിക്കും. ഒരു വശം പ്രിൻ്റഡ് ആയിരിക്കും, ഒരു വശം നന്നായിട്ട് മഷിയുള്ളതായിരിക്കും. ദെൻ നമുക്ക് വേണ്ടത് ഡിസൈൻസ് ആണ്. ഒന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ വരച്ചെടുത്ത ഡിസൈനും ആവാം. അത് നല്ലൊരു കോപ്പിയായിട്ട് കയ്യിൽ വയ്ക്കുക. അത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ട്രേസിങ് പേപ്പറിന് തിക്നെസ് കുറവുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാർബൺ പേപ്പർ വെച്ച് വരച്ചെടുക്കുമ്പോൾ തുണിയിലോട്ട് പതിഞ്ഞോളും. ആദ്യം നമ്മൾ ഡിസൈനിൻ്റെ മേലെ ട്രേസിങ് പേപ്പർ വയ്ക്കുകയാണ് വേണ്ടത്. അപ്പം തന്നെ ഡിസൈൻ മേളിലോട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പെൻസിലോ അല്ലെങ്കിൽ ബോൾ പെന്നോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി തവണ യൂസ് ചെയ്യാനുള്ള ഡിസൈനുകളാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ട്രേസിങ് പേപ്പറിലോട്ട് ട്രേസ് ചെയ്തെടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഒരു 3 തവണയൊക്കെ നമുക്കത് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ തുണിയിൽ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തുണി നല്ലപോലെ നിവർത്തി വയ്ക്കുക, നല്ല വശം മുന്നോട്ടാക്കി വയ്ക്കുക. ആ നല്ല വശത്തോട് നമ്മൾ കാർബൺ പേപ്പറിൻ്റെ മഷിയുള്ള ഭാഗം ചേർത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഡിസൈനും വയ്ക്കാം. എന്നിട്ട് ബോൾ പെന്നോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വരയ്ക്കാം. അമർത്തി തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഡിസൈന് താഴേക്ക് പതിയുന്നതായിരിക്കും, തുണിയിൽ പതിയുന്നതായിരിക്കും. ചില തുണികളിൽ കളറ് യെല്ലോ കളറൊക്കെ ആകുമ്പം കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാർക്കിംഗ് പെൻസിൽ. അത് വെച്ച് നന്നായിട്ട് കട്ടിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്.